നമസ്കാരം. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഈ പരിപാടിയുടെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. അതേസമയം കാളവണ്ടിയിൽ കയറിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കാളവണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഓടിക്കുകയും കർഷകർ അതേസമയം റബ്ബർ ഷീറ്റ് എടുത്തുമാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിലെ കർഷകരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ശ്രീ KC വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദവമായി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇന്ന് കേരളത്തിലെ കർഷകർ കണ്ണുനീരും കയ്യുമായി ജീവിക്കുന്ന ഒരു കാലമാണ്. റബ്ബറിന്റെ ആരും വെട്ടുന്നില്ല. റബ്ബർ കർഷകർ പട്ടിണിയിലാണ്. റബ്ബർ കർഷകരെ സമയത്തോട് സർക്കാരിന്റെ എല്ലാ വാഗ്ദാനങ്ങളും കാറ്റിൽ പറഞ്ഞിരിക്കുന്നതിനുള്ളതാണ് വസ്തുത. റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് രൂപീകരിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ്. 150 രൂപയായി റബ്ബറിന്റെ വില നിശ്ചയിച്ചത് UDF ഗവൺമെന്റായി. അത് 250 രൂപയാക്കുമെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത്. 2.5 വർഷം കഴിഞ്ഞിട്ട് 1 രൂപ വർദ്ധിപ്പിക്കാനുള്ള നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? റബ്ബർ കർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ന് റബ്ബർ വെട്ടാൻ പോലും ആളുകൾ തയ്യാറല്ല. കാരണം വെട്ടുകൂലി കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് റബ്ബർ കർഷകർ. ഈ മാർച്ചിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപയാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെൽ കർഷകർ അനുഭവിക്കുന്ന പ്രയാസം പാലക്കാടും കുട്ടനാട്ടിലും തൃശൂർ കോൺതിരക്കടയിലുമുള്ള കർഷകർ ഇന്ന് ഗവൺമെന്റ് പണം കൊടുക്കാത്തത് കൊണ്ട് കർഷക ആത്മഹത്യകൾ അമ്പലപ്പുഴ തകരിയിലെ 2 കർഷകർ ആത്മഹത്യ ചെയ്ത വസ്തുത ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെയാണ് നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം 35 രൂപയെങ്കിലും അവർക്ക് നൽകാനുള്ള. അതുപോലെ കേരളത്തിലെ വന്യമൃഗങ്ങൾ ശല്യക്കാരും കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഈ വന്യജീവികൾ തിന്നു തീർക്കുകയാണ്. വയനാട്ടിൽ മാത്രം 41 കോടി രൂപയുടെ അവാർഡ് കാർഷിക കടാശ്വാസ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതുവരെ പണം കൊടുത്തിട്ടില്ല. ഒരു സ്ഥലത്തും ഇത് കൊടുക്കുന്നില്ല. കാർഷിക കടാശ്വാസ കമ്മീഷൻ കേവലം നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. റബ്ബറാണെങ്കിലും നാണ്യവിളകളാണെങ്കിൽ ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകളാണെങ്കിലും കുരുമുളക്, ഏലം, ഇഞ്ചി തുടങ്ങിയ എല്ലാ കാർഷിക വിളകൾക്കും ഇന്ന് വിലയിടിവ് നേരിടുകയാണ്.